ഹലോ ഗായ്സ്, ഇന്നൊരു അടിപൊളി ഡിഷ് ഞാൻ വെച്ച് തരാം. ഒരു കയ്യിൽ അരിപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ഇങ്ങനെ പാർന്ന് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കിയിട്ട് ചട്ടിയിലൊരു പാരലുണ്ട്, ച്ലീൻ എന്നൊരു പാരൽ. അപ്പോൾ ആ ദോശ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ചട്ടി ഗ്യാസ് വെച്ചിന്. അപ്പോൾ കുറച്ച് എണ്ണ തൂവിയിട്ട് ഇങ്ങനെ കലക്കുക, പാരുക. അപ്പം മാവ് ഏകദേശം സെറ്റായി. ഇതാ ഈ ഒരു ടെസ്റ്റിൽ നല്ല ദോശ ചിളിൻ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലൊഴിക്കേണ്ട തൂവേണ്ട വെളിച്ചെണ്ണ എടുക്കാം. അതാണ് ഇതിലേക്ക് നല്ല വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച്. അപ്പം നമ്മൾ ചട്ടി ഏകദേശം ചൂടായി വന്നാണ്. അപ്പം നമുക്ക് ചട്ടി കാണിച്ചാൽ, ഇതാണ് ചട്ടി അത്യാവശ്യം ചൂടായി വന്നാണ്. ഇനി ഇതിൽ ചിലിൻ മാവ് വെച്ചിട്ട് ദശയിടാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ എണ്ണ തൂവാണ്. ഇത് തന്നെ പരിപാടി. പിന്നെയാണ് ഒച്ച. ഇതാണ് അതിൻ്റെ സിസ്റ്റം. എണ്ണ തൂവ, ചിലിൻ പാര്. ഞാൻ സിമ്മിലാക്കിയിട്ട് ഒരു മൂടിയോട് മൂടണം. മൂടിയെടുക്കാൻ പോവുക. മൂടി പൊട്ടിയോ? പൊട്ടില്ല. അപ്പോൾ ഇതടിങ്ങി മൂട്. ഇത് സിമ്മിലാക്കുക. ഇതാണ് മലപ്പുറത്ത് കണ്ട ആ ദോശ. കലക്കുക, എണ്ണ വെച്ച് പാര്, ചിലിൻ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ദോശ കാണണോ? വരട്ടെ. അപ്പം നമ്മൾ ദോശ വെന്തോ നോക്കാം. എന്താണ് നമ്മുടെ ഇതൊക്കെ ഒന്നും കൂടി ആവണം, എന്നാലേ ഇത് പ്ലേറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ തീയൊന്ന് കൂട്ടി കൊടുക്കുക. ശരിയായില്ല, ചട്ടി ചൂടായില്ല. പിന്നെ അപ്പം നമുക്ക് ദോശൻ്റെ ബ്ലോഗ് അവസാനിച്ചില്ല. ഈ ദോശ ചട്ടി നിൽക്കട്ടെ, എന്നിട്ട് അവസാനിക്കും. അപ്പം നമ്മളെ ദോശ റെഡിയാണ്. ഇതിലെവിടെ ഒരു മിസ്റ്റേക്ക്. അപ്പം ഈ എണ്ണ ഈ മാവിലോട്ട്, ചെറിയ മിസ്റ്റേക്ക്. പല ചട്ടിക്കും പല സ്വഭാവമാണ് ഈ ദോശക്ക്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്യാം. പിന്നെ പൊടിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഉണ്ടാവില്ല ഞാൻ പറയില്ല. അപ്പം അടുത്ത് ഇത് അവസ്ഥ നോക്കാം. അപ്പോൾ ഇത് കഴിച്ച് നോക്കാം. വേവാനൊക്കെ വന്നിടും. ചെറിയ ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്തതാ വെച്ചണം. അപ്പോൾ ഈ വീഡിയോക്ക് വലിയ എഡിറ്റിംഗ് ഒന്നുമില്ല, ഇതിങ്ങനെ ഇട്ടിട്ടാണ്. അപ്പം ഓക്കെ, ബൈ.